ഹായ്. അപ്പോൾ ഇന്ന് ഒരു പുതിയ വ്ളോഗ് ആരംഭിക്കുകയാണ്. രാത്രി സമയമാണ്. നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായി ഒരു ഫുഡ് വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഐ തോട്ട് നമ്മളൊരു ഫുഡ് വ്ളോഗ് ചെയ്യാമെന്ന്. സോ ഈ ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമല്ല, ഫുഡിനോടൊപ്പം തന്നെ നല്ല ആംബിയൻസ്, നല്ല മ്യൂസിക്, അത്യാവശ്യം കുറച്ച് ഗെയിംസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, വേറെ എവിടെയല്ല. നമ്മുടെ നാടെന്ന് പറയുമ്പോഴേ പട്ടാമ്പിയിൽ തെക്കുമുറിയിൽ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ, പട്ടാമ്പി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഫണ്ടൈൻ ലൈഫ് കഫേ ഉള്ളത്. മ്യൂസിക്, ആർട്ട്, ഫുഡ്, ഫൺ, ഗെയിംസ് ഇതെല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ കഫേ. നമ്മുടെ ഒരു സുഹൃത്ത് ഇന്ദ്രജിത്ത് ഒരു വർഷം മുമ്പ് എടുത്തൊരു വ്ളോഗ് ഈ അടുത്ത് ന്യൂ ഇയർ ടൈമിലാണ് ഞാൻ കണ്ടത്. ഇത്തരത്തിലൊരു കഫേ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഞാൻ പോയില്ലെങ്കിൽ മോശമല്ലേ? സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡിന്നർ ഇവിടെ ആക്കാമെന്ന്. ഇന്ന് മൊത്തത്തിലൊരു മടി പിടിച്ച ദിവസമായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റു, ജിമ്മില്ലാഞ്ഞിട്ട് കൂടി ക്രിക്കറ്റ് കളി കാണാൻ. എന്നിട്ട് എന്തായി? ഇന്ത്യ തോറ്റു. അല്ല, ഈ ഒരു സീരീസ് ഓസ്ട്രേലിയ തന്നെ ഡിസേർവ് ചെയ്യുന്നേ. എന്നാലും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി തിരിച്ചു കൊടുക്കേണ്ട സമയമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അപ്പോൾ എന്താ ചെയ്ത്? ഉറങ്ങി. ഉച്ചയ്ക്ക് നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ചെയ്യണ്ട, വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അച്ഛനും അമ്മയും എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഞാനിങ്ങ് കഫേയിലേക്ക് വന്നു. ഞങ്ങൾ വന്ന സമയത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഓൾമോസ്റ്റ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങായി. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്ന ആളുകൾ വരച്ച ചിത്രങ്ങളാണ് ബാറ്റ്മാൻ്റെയും സൂപ്പർമാൻ്റെയൊക്കെ ചിത്രങ്ങൾ. നമ്മൾ പൊതുവേ ഇങ്ങനത്തെ കഫേയൊക്കെ കൊച്ചിയിലോ ബാംഗ്ലൂരൊക്കെ കണ്ടുവരുന്നതാണ്. പക്ഷേ നമ്മുടെ പട്ടാമ്പിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഫുഡ് ജസ്റ്റ് പെട്ടെന്ന് കഴിച്ച് പോകാമെന്നല്ല, കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് അവിടെ ഫീൽ ചെയ്ത് ഫുഡ് കഴിച്ച് ആ ഒരു മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഗുഡ് ഡൈൻ ഔട്ട് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക എന്നതാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡഡ് അല്ല. നോക്കിയാൽ അവർ പറയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഫുട്ബോളിനേക്കാളും നമുക്കിഷ്ടം ക്രിക്കറ്റ് ആയതുകൊണ്ട് എൻ്റെ കണ്ണ് നേരെ ഇങ്ങോട്ടാണ് പോയത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ ഒരുപാട് പ്ലെയേഴ്സ് സൈൻ ചെയ്ത ഒരു ക്രിക്കറ്റ് ബാറ്റ് 2021 ഇംഗ്ലണ്ട് ഇന്ത്യ സീരീസ് സമയത്ത് എടുത്തതാ തോന്നുന്നുണ്ട്. എന്നാൽ സ്വല്പം ബുക്ക് റീഡിങ് ആയാലോ? ആ റാക്കിൽ നിന്ന് ഞാനൊരു ബുക്ക് എടുത്തു. മെൻ ആർ ഫ്രം മാർസ്, വുമൻ ആർ ഫ്രം വീനസ്. ജോൺ ഗ്രേ എഴുതിയ ഒരു ബുക്കാണ്. ഞാൻ ഒരു 2-3 പേജൊക്കെ വായിച്ചു. ഇപ്പോൾ ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ ഈ കഫേയുടെ ഓണർ റഫീഖ് സാർ തന്നെ നേരിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചു. ഞാൻ അധികം കൈകടത്തലുകൾ നടത്തിയില്ല. ഇപ്പോൾ ഫുഡ് എന്താ ഓർഡർ ചെയ്തതെന്നൊക്കെ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി മ്യൂസിക് സെഷനിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പാട്ട് പാടാം, ഗിറ്റാർ വായിക്കാം, അതിന് മുന്നിലുള്ള ഗെയിം കളിക്കാം. എന്താ ഗെയിമിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും മുതിർന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ പോസിന് വേണ്ടി മാത്രം ഗിറ്റാർ കയ്യിലിട്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഇതിൽ പല ചിത്രങ്ങളും ഇവിടെ തുടക്കകാലത്തൊക്കെ വന്നിരുന്ന ഗസ്റ്റ്സ് വരച്ച ചിത്രങ്ങളാണെന്നാണ് പറയുന്നത്. നന്നായിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ കഫേയുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു പ്ലാന്റ്സ് ഒക്കെ കാണാനുണ്ട്. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. വാടിയിട്ടില്ല. ഫുഡ് വരാൻ ഇനിയും ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കും. അപ്പോൾ ചെസ്സ് കളിച്ചാലോ എന്ന് അച്ഛനോട് ചോദിച്ചു. അങ്ങനെ ചെസ് ബോർഡ് നിരത്തി. അപ്പോൾ അച്ഛനും വളരെയധികം സന്തോഷമായി. കാരണം ഞാനും അച്ഛനും കൂടിയും ചെറുപ്പത്തിൽ, അതായത് എൻ്റെ ചെറുപ്പത്തിൽ കുറേ ചെസ്സ് കളിച്ചിട്ടുണ്ട്. കൂടുതൽ സമയം അച്ഛനാ ജയിക്കുക. എനിക്ക് ഈ കളി ഭയങ്കര ഇഷ്ടം കേട്ടോ. ബുദ്ധിപരമായ നീക്കങ്ങൾ ഒരുപാട് വേണ്ട ഒരു കളിയാണല്ലോ. കുറേ കാലമായി കളിക്കാത്തതുകൊണ്ട് ടച്ച് വിട്ടുപോയി. എന്നാലും ഒരു കൈ നോക്കാം. ഇതൊന്ന് കളിച്ച് തീരുമ്പോഴേക്കും ഫുഡ് വരുമായിരിക്കും.
ഷോ ഞാൻ ബില്ലിയാർഡ്സ് കളിക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ആ വീഡിയോ കറപ്റ്റായി പോയി കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഫുഡ് ബ്ലോഗാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഫുഡ് കഴിക്കുന്നൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? ഫുഡ് വരാനുള്ള ടൈമായി കേട്ടോ. എനിക്ക് തോന്നുന്നില്ല പാലക്കാട് ജില്ലയിൽ ഇത്രയും ആംബിയൻസിൽ ഒരു കഫേ ഉണ്ടോ. ഐ ഡോണ്ട് നോ. ഇഫ് ഐ ആം റോങ് പ്ലീസ് കറക്റ്റ് മീ. ഇപ്പൊ പിന്നെ എല്ലാവരുടെ കയ്യിൽ ഫോൺ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും അവിടെ വെച്ചോ. നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസിൽ ഫസ്റ്റ് നമ്മുടെ ടേബിളിലേക്ക് എത്തിയത് വെജ് ലോഡഡ് ക്ലബ് സാൻഡ്വിച്ച് ആണ്. 4 പീസ് ഉണ്ടല്ലോ. 4ാമത്തെ പീസ് ആരെടുക്കും? ദിവസം വീട്ടിൽ പോയിട്ട് ചോറിനൊന്നും പറയുമോ? സിസ്ലേഴ്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് നല്ല ചീസി ആയിട്ടുള്ള വെജ് സാൻഡ്വിച്ചാണ്. നമ്മുടെ ചിക്കൻ ബർഗർ എത്തിയിട്ടുണ്ട്. ഈ ബർഗറിൻ്റെ പേര് വായിക്കാൻ തന്നെ നല്ല പാടാണല്ലോ. ക്രിസ്പി ചിക്കൻ ജംബോ സിംഗർ ബർഗർ. എന്തായാലും 3 പീസാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തെങ്കിലും വന്ന ഫുഡ് രണ്ടും കിഡിലൻ. ഇനി അവനുള്ള കാത്തിരിപ്പാണ്. ദ മെയിൻ ഐറ്റം ഗ്രൗണ്ട് ബീഫ് സിസ്ലേഴ്സ്. നമ്മൾ ഓർഡർ ചെയ്യാത്ത എന്നാൽ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ഐറ്റം ഇങ്ങോട്ട് എത്തി നമ്മുടെ ടേബിളിലേക്ക്. മൊജീറ്റോ. അത് കൊണ്ടുവന്ന വെയിറ്റർ ഏട്ടനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ടേബിൾ മാറിപ്പോയതൊന്നും അല്ലല്ലോ അല്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ കഫേയുടെ ഓണർ റഫീഖ് സാറ് ഈ മൊജീറ്റോ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാന്ന്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്നോ അങ്ങനെ എന്തോ. ഈ മോഡേൺ യുഗത്തിൽ ആ പഴഞ്ചൊല്ലൊന്ന് മാറ്റിപ്പിടിച്ചിട്ട് നമുക്ക് മൊജീറ്റോ എന്നാക്കാം. വാട്ടർമെലൺ ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മൊജീറ്റോ. അമ്മയ്ക്ക് വളരെ ഇഷ്ടമായി അത്. ആ 4ാമത്തെ സാൻഡ്വിച്ചിൻ്റെ പീസ് കഴിച്ചതിന് ശേഷം ഞാനും എനിക്ക് വന്ന മൊജീറ്റോ അങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ മെയിൻ കോഴ്സ് ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് ബീഫ് സിസ്ലർ. അപ്പോൾ റഫീഖ് സാറ് നമ്മളോട് ഈ ഒരു ഡിഷിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പുള്ളി റെക്കമെൻഡും ചെയ്തിരുന്നു. ഈ ഒരു ഡിഷാണ് ഇവിടുത്തെ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഡിഷെന്ന്. അപ്പോൾ ഈ ഒരു സിസ്ലേഴ്സിനകത്ത് ബീഫ് സ്റ്റീക്ക് ഉണ്ട്, അതുപോലെ സ്മാഷ്ഡ് പൊട്ടാറ്റോസ് ഉണ്ട്, പിന്നെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രക്കോളി, അതുപോലെ ക്യാപ്സിക്കം, അങ്ങനെ വേറെ കുറേ ലീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ അതിൻ്റെ ചട്നിയും ഉണ്ട്. നെയ് റോസ്റ്റ്, മസാല ദോശ, ബിരിയാണി, കുഴിമന്തി വ്ളോഗുകളിൽ നിന്നൊക്കെ മാറ്റിപ്പിടിച്ച് ഒരു ഡിഫറെൻറ്റ് ക്യുസീൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്താണ്? ബീഫ്
ക്യാബേജ് അല്ലേ? ഇഷ്ടായോ? ഓക്കെ. ഇതൊക്കെ എൻ്റെ സംഘം വീഡിയോ. A tasty food with good ambience. ഫുഡ് ഇഷ്ടപ്പെട്ടോ? ആ ഇത് അതുണ്ട് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ടേസ്റ്റ്. നല്ല വെൽ കുക്ക്ഡ് ആണല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡിഷ് ഓൺ ദ ടേബിൾ ഡെസേർട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വാഫിൾസ് വിത്ത് ചോക്ലേറ്റ് സോസ് ആൻഡ് ഐസ്ക്രീമാണ്. എല്ലാ ഫുഡും കഴിച്ചതിൽ ഏതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്? സിസ്ലേഴ്സ് ബീഫ് സ്റ്റീക്കിൻ്റെ. അതെ, പിന്നെ നമുക്ക് അവരൊരു മൊജിറ്റോസിൻ്റെ കോംപ്ലിമെൻ്ററിയും പ്രൊവൈഡ് ചെയ്തു. അമ്മ അവിടെ ഫോണിലാണ്, ഫോൺ തിരക്കുകളിലാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഈ കഫേയുടെ ഓണർ റഫീഖ് സാറുണ്ട്. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്. ഞാൻ ആക്ച്വലി ലേറ്റായി ഇവിടെ എത്താൻ, കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ബട്ട് ഈ ഒരു അടുത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെ എത്തിയത്. സോ താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. ഇങ്ങനെ ഒരു ലൈക്ക് ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ തുടങ്ങിയത്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു മോട്ടീവ് തോന്നി? കാരണം ഒരു മെട്രോ സിറ്റീസിലൊക്കെ തോന്നുന്ന പോലത്തെ ഒരു കൺസെപ്റ്റ്, പട്ടാമ്പി പോലത്തെ ഒരു ഓഫ്കോഴ്സ് പട്ടാമ്പി വളരെ ഡെവലപ്പിംഗ് ആണ് ഇപ്പോൾ, പക്ഷേ എന്നാൽ പോലും ഇതിപ്പോൾ ശരിക്കും ഇവിടുന്ന് ആൾക്കാർ പണ്ടൊക്കെ പുറത്ത് പോയിട്ടൊക്കെ എന്താ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ളൊരു സിമ്പിൾ കോൺസെപ്റ്റിൽ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവം ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്ന ആളുണ്ടായിരുന്നു. ബിൽഡിംഗ് ഞങ്ങളേന്ന്, പിന്നെ അത് അത്ര ഒരു ലോ റിസ്ക് ആയിട്ട് തോന്നി. അങ്ങനെ തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. എന്നാലും അത്യാവശ്യം റീച്ച് ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, ആൾക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാന്നുള്ള ഒരു എന്നുവെച്ചാൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കളിക്കാനുള്ളതുണ്ട്. ഒരു ഫാമിലി ഔട്ടിങ്ങിനുള്ള സ്ഥാപനം ഇവിടെ പട്ടാമ്പിയിൽ ഇല്ല എന്നുള്ളതാണ് കണ്ടു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു മീറ്റിംഗ് സ്പേസ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പട്ടാമ്പിക്കാരുടെ റെസ്പോൺസ്? വല്ലാണ്ടായിട്ടില്ല, എന്നാലും പക്ഷേ അത്യാവശ്യം കൂടുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു മൗത്ത് പബ്ലിസിറ്റി വഴി കുറച്ചൊക്കെ അതേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾക്ക് പറയും അങ്ങനെയൊക്കെ കുറച്ച് അത്രേ ഉള്ളൂ. അത് മതിയില്ല. ഇപ്പോൾ തൽക്കാലം ആ ഒരു ഇതിൽക്കൂടെ പോകുന്നത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, ഇത് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചേരുന്നുള്ള ആ ഒരു ഒരു 2 വീക്സിന് ശേഷം കുറച്ചും കൂടി അറേഞ്ച്മെൻറ്റ്സിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ റഫീഖ് സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിത് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടൊന്ന് വരിക. ഓർഡർ ഫ്രം ഹോം ആൻഡ് ഈറ്റ് ഫ്രം കഫേ. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടാൻ അത് ആ ടൈം വേസ്റ്റ് ഉണ്ടാവാതെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഫ്റ്റർനൂൺ 12:30 ടു നൈറ്റ് 10:30 ആണ് ഇവരുടെ ഓപ്പറേറ്റിംഗ് ടൈം. ട്യൂസ്ഡേസ് ഓഫാണ്. അപ്പോൾ വെൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ ഈ കഫേയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയും ഫുഡ് കഴിച്ചെങ്കിലും നമ്മൾക്ക് ഓവറോൾ ബില്ല് വന്നത് 1000 റുപ്പീസാണ്. ചീപ്പാണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് റീസണബിൾ ആണ് ഫോർ ദ ഫുഡ് ആൻഡ് ആംബിയൻസ് എല്ലാ കാര്യങ്ങൾക്കൊക്കെ ചേർത്തിട്ട്. ഓരോ ഡിഷിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ചെക്കൗട്ട് ചെയ്യൂ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. സാമാന്യം തരക്കേടില്ലാത്തൊരു നൈറ്റ് ഡ്രൈവും കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പോൾ വീട്ടിലെത്തി. സമയം ഇപ്പോൾ 11:20. നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു ഇന്ന്. എനിക്ക് ഇതുപോലുള്ള കഫേസിൽ പോയിട്ട് ലൈക്ക് ബാംഗ്ലൂരൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായിട്ട് തന്നെ ഇത്തരത്തിലൊരു കഫേയിലേക്കൊക്കെ പോകുന്നത്. സോ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യുസീൻ അവരിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റി ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ. റഫീഖ് സാറാണെങ്കിലും വളരെയധികം
ലൈക്ക് ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇന്നിപ്പോൾ അധികം കസ്റ്റമേഴ്സൊന്നും ഞങ്ങൾ പോയ സമയത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ക്ലോസിങ് ടൈമാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. പുള്ളിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. സോ ഓവറോൾ നല്ല രീതിയിൽ വ്ളോഗ് എടുക്കാനും പറ്റി. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തതരമായിട്ടുള്ള വീഡിയോസായിട്ട് ഉടനെ തന്നെ വരാം. ഇപ്പോൾ ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ ശരി എന്നാൽ ബൈ ഫ്രം അർജുൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.